പറയാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഇറ്റ്സ് ബ്രസൽസ്. ഞങ്ങൾ ബെൽജിയത്തിലെ ബ്രസൽസിലാണിപ്പം. ഞങ്ങൾ രാവിലെ വെളുപ്പിനെ 1 മണിയായപ്പോൾ ഞങ്ങൾ ബർമിംഗ്ഹാമിൽ നിന്ന് ഇറങ്ങി മാഞ്ചസ്റ്ററിൽ വന്ന് മാഞ്ചസ്റ്ററിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഞങ്ങൾ ബ്രസൽസിൽ വന്നു. അപ്പം ഞങ്ങൾ എങ്ങനെ ഇവിടം വരെ എത്തിയത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഇപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇതൊരു സിറ്റി സെൻറ്ററാണ്. ഇവിടുത്തെ സിറ്റി സെൻറ്ററാണ് ഇവിടുത്തെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് എന്ന് തന്നെ പറയാം. ഇപ്പം ഞങ്ങളൊരു സിറ്റി ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ ദാറ്റ് സിറ്റി ടൂർ. ഇറ്റ്സ് ഗോണ ടേക്ക് അസ് അറൗണ്ട്. നിങ്ങൾക്ക് കാണാം ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചറാണ് എനിക്ക് പുറകിലുള്ള ഈ ഒരു സെൻട്രൽ സ്ക്വയറിൽ. ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. ഇതിൽ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. പക്ഷേ ഐ എം നോട്ട് ഷുവർ വാട്ട് ഈസ് ഇറ്റ്. ഐ എം just waiting for the guide to start the tour and get all the information and let you guys know. So stay waited with me please so that we can take you through the tour. അപ്പം ഞങ്ങളുടെ ഹോൾ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ബർമിംഗ്ഹാമിൽ നിന്ന് നമ്മൾ കാറ് ഡ്രൈവ് ചെയ്ത് മാഞ്ചസ്റ്ററിൽ കൊണ്ട് ഇട്ടു. മാഞ്ചസ്റ്റർ ഞങ്ങളൊരു വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇട്ടത്. അപ്പോൾ അതിനെങ്ങാണ്ട് 6 പൗണ്ട് 1 ഡേ ഫുൾ അങ്ങനെ വീട്ടിലിടുന്നതിന് 6 പൗണ്ടേ ഉള്ളായിരുന്നു. ഞങ്ങളുടെ ടിക്കറ്റ് കോസ്റ്റ് ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന ഒരു രീതിയിലായിരുന്നു. 1 ഡേ ട്രിപ്പായിരുന്നു. അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ 60 to 65 പൗണ്ട്സേ ഞങ്ങൾക്കായിട്ടുള്ളൂ ഫ്ലൈറ്റ് ചാർജ്. സ്റ്റേ എങ്ങും ഇല്ലാത്തത് കൊണ്ട് അപ്പം ആ ചാർജില്ല. രാവിലെ പോന്നു. ഞങ്ങൾ രാവിലെ 8 മണിയായപ്പോഴത്തേന് എത്തി. വൈകിട്ട് ഞങ്ങൾക്ക് 10-10:30 അപ്പം എങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാം എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. എങ്ങനെയാണ് നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെയെങ്കിലും ഏത് യൂറോപ്യൻ കൺട്രീസിൽ പോകണമെന്നുണ്ടെങ്കിലും എങ്ങനെ ട്രാവൽ ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തരാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് പ്ലീസ് കമൻറ്റ് us below so that we can explain that to you. അപ്പം ബാക്ക് ടു അവർ വീഡിയോ. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഇത്. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒത്തിരി ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആ 1 ഡേക്കകത്ത് തന്നെ ഞങ്ങൾ ആ സിറ്റി സെൻറ്റർ മുഴുവനായിട്ടൊന്ന് കറങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്ക്വയറിൻ്റെ ഫേസ്റ്റ് ബിൽഡിങ്. ഈ ബിൽഡിങ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ 2 സൈഡുണ്ട്. ഈ 2 സൈഡിൽ ഒരു സൈഡിൽ അതായത് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നീളം കൂടുതലും ഈ സൈഡിൽ നീളം കുറവാണ്. എന്തുകൊണ്ട് അസിമെട്രിക് ആണിത് ആക്ച്വലി ഈ ബിൽഡിങ്. അപ്പം നേരത്തെ ഫസ്റ്റിൽ അവർക്ക് ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ആൾക്കാർ കൂടിയപ്പോൾ അവർ എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ സൈഡിലേക്ക് ആക്കിയത്. പിന്നെ ഇതാണ് സെക്കൻഡ് ബിൽഡിങ്. ദിസ് ഈസ് മ്യൂസിയം നൗ. ബിഫോർ ഇറ്റ് വാസ് ഒരു കിങ്ങിന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലസ് പോലത്തെ ആയിരുന്നു. പക്ഷെ കിങ് ഇവിടെ താമസിച്ചില്ല. പിന്നെ അതിപ്പോൾ ഒരു മ്യൂസിയം ആയിട്ട് അവർ വെച്ചേക്കുവാണ്. ആൻഡ് ബിക്കോസ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് ലൈക്ക് മാർക്കറ്റ് ഓഫ് ബ്രെഡ് ആയിരുന്നു ഈ ഒരു ഫുൾ ഏരിയ. അപ്പം ഇപ്പോഴും അവർ ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഈ ബിൽഡിങ്സ് ആണ് കൗൺസിൽ ബിൽഡിങ്സ് ആണ് ഇതെല്ലാം. ഇതിന് ഓരോ ബിൽഡിങ്ങിനും ഓരോ പ്രത്യേകതയുണ്ട്. വിച്ച് ഐ ബി എക്സ്പ്ലെയിനിങ് ലേറ്റർ. ഇതാണ് അവരുടെ സിറ്റി ഹാള്. അപ്പം ഇതിൻ്റെ അകത്ത് കുറേ നല്ല ബ്രാൻഡഡ് ഷോപ്സും അവരുടെ ചോക്ലേറ്റ്സിൻ്റെ കുറേ ഷോറൂംസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ വൺ ഓഫ് ദ ഫേമസ് ചോക്ലേറ്റ് ആണ് ഇവിടുത്തേത് ഈ ഒരു ഷോപ്പ്. ട്രഡീഷണൽ ബെൽജിയം ചോക്ലേറ്റ് കിട്ടുന്ന ഒരു ഷോപ്പാണിത്. And taste was amazing. We tried. And Belgium, as you know, it's famous for waffles. അപ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. എല്ലാം ഒന്നിനൊന്നിന് കാണാൻ ഭയങ്കര അട്രാക്റ്റീവാണ്. നമുക്ക് കണ്ടാൽ എല്ലാം തിന്നാൻ തോന്നും.
വലിയ കോസ്റ്റ്ലി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ. പക്ഷേ മധുരം ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ എല്ലാം ട്രൈ ചെയ്യാൻ പറ്റും. അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ മേ ബി നമുക്കൊരു ഒരെണ്ണം പകുതിയൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇറ്റ്സ് മോർ ഓഫ് ഫിൽഡ് വിത്ത് ചോക്ലേറ്റ്സ്. ബെൽജിയം ഈസ് ഓൾസോ ഫേമസ് ഫോർ മേക്കിംഗ് ബിയർ. നല്ല ബിയർ, നല്ല ഫ്രഷ് ബിയർ കിട്ടുന്ന ഒരു പ്ലേസാണ് ബെൽജിയം. അപ്പം അതിൻ്റെയും വലിയൊരു ഷോറൂമും വലിയ കുറേ കടകളും ഒക്കെ ഉണ്ട്. അങ്ങനെ നല്ല ഫ്രഷ് ബിയർ കിട്ടണമെന്നുണ്ടെങ്കിലും ബെൽജിയം ഈസ് വൺ ഓഫ് ദോസ് പ്ലേസസ് വെർ യു വിൽ ഗെറ്റ് എ ഫ്രഷ് ബിയർ. ഇനി ഇവിടുത്തെ വിചിത്രമായ ഒരു കാര്യമാണ്, ഒരു സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു സ്റ്റാച്യു കണ്ടോ, ഇതിനാണ് പറയുന്നത് പിസ്സിങ് ചൈൽഡ്. അപ്പം നിങ്ങൾക്ക് ഈ ഫോട്ടോയ്ക്കകത്തും കാണാം, ഓർ മാനക്കൻ പിസ്, അങ്ങനെയാണ് ഈ ഒരു സ്റ്റാച്യുവിന് പറയുന്നത്. അതിനൊരു സ്റ്റോറി ഉണ്ട്. ജൂലിയാൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഇവരുടെ ബ്രസീൽസ് അറ്റാക്ക് ചെയ്യാൻ വന്ന എനിമീസ് ബ്രസീൽസ് ഫുള്ള് ഫയറും കൊണ്ട് ഡിസ്ട്രോയ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അവരത് ഫ്യൂസ് ലിറ്റ് ചെയ്തിട്ടാണ് അവരത് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ അത് കണ്ടിട്ട് ആ ഫ്യൂസ് ലിറ്റ് ചെയ്ത് ആ ഒരു ഇഗ്നേറ്റിംഗ് സമയത്ത്, ആ തീ പിടിക്കുന്ന സമയത്ത് ഇവൻ ഓടിപ്പോയി അവിടെ പിസ്സടിച്ചു, മുള്ളി വെച്ചു. അപ്പോൾ ആ മുള്ളി വെച്ചത് കാരണം ആ ഫുൾ കംപ്ലീറ്റ് ഫയർ സ്റ്റോപ്പായെന്നാണ് അവർ ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റാച്യു ഭയങ്കര ഫേമസ്. ഇത് ഒരു സ്റ്റോറിയാണ്, ഇങ്ങനെ 2-3 സ്റ്റോറി ഉണ്ട് ഇവർക്ക്. ഇത് വൺ ഓഫ് ദോസ് സ്റ്റോറീസ് ആണ്. അതുകൊണ്ട് ബ്രസീൽസിൽ എവിടെ പോയാലും നമുക്ക് ഈ സ്റ്റാച്യു കാണാം. ആൻഡ് ബ്രസീൽസ് ഇസ് വെരി ഫേമസ് ഫോർ ദി ആർക്കിടെക്ചർ സ്റ്റൈൽ. നമ്മളുടെ ബിൽഡിംഗ് ഒക്കെ തന്നെ വേറെ ഒരു സ്റ്റൈലിലാണ് അവർ കെട്ടിയിരിക്കുന്നത്. യെസ്, യൂറോപ്യൻ സ്റ്റൈൽ തന്നെയാണ്, പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ ട്രഡീഷണൽ സ്റ്റൈലുണ്ട്. ഞങ്ങൾ അങ്ങനെ കുറേ ബ്രസീൽസ് നടന്നു. ഞങ്ങൾ നടന്ന് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു ഇതൊരു ഫേമസ് ലാൻഡ്മാർക്കാണ്. അതൊരു സെൻട്രൽ സിറ്റി പോലത്തെ ആയിരുന്നു. അവിടുന്ന് സ്ട്രെയിറ്റ് നോക്കിയാൽ കുറേ ഫേമസ് ലാൻഡ്മാർക്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ വൺ ഓഫ് ദ ഫേമസ് ലാൻഡ്മാർക്കായിരുന്നു അറ്റോമിയം. ഉണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് അറ്റോമിയം ചെറുതായിട്ടൊന്ന് കാണാം. ഈ അറ്റോമിയം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ബിൽഡിങ് പോലാണ്, ഒരു അയൺ ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ ഒരു രൂപം. ഒരു സൂപ്പർ ബിഗ് ആയിട്ട് ഒരു അയൺ ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിന് 165 ബില്യൺ ടൈംസ് ആണ് മാഗ്നിഫൈ ചെയ്ത് വെച്ചേക്കുവാണ് ആ അയൺ ക്രിസ്റ്റലിനെ. അപ്പം അത് വലിയൊരു ലാൻഡ്മാർക്കാണ് അവിടുത്തേത്. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് നടന്നപ്പം ഞങ്ങളൊരു ചേർച്ച് കണ്ടു. പിന്നെ ഞങ്ങൾ ചേർച്ചിൽ കയറാൻ പോയി. Our Lady of Sablonia. It's a beautiful church. Let's go inside. ഇത് അവിടുത്തെ ഒരു ചേർച്ചായിരുന്നു. പക്ഷേ ഇപ്പം അത് ഫയർ വന്നിട്ട് ഇതിപ്പം അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഈ ഒരു സ്ക്വയർ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ എല്ലാം വൈറ്റാണ്. നോക്കിക്കേ, ഒരു വൈറ്റ് ലുക്കാണ്. എല്ലാ ബിൽഡിങ്ങിനും ഒരു വൈറ്റ് ലുക്കാണ്, ഒരു റോയൽ ലുക്കാണ്. ഇതിന് താഴെ തന്നെയാണ് പാലസിൻ്റെ അവിടെയും ആ ഒരു വൈറ്റ് മാർബിൾ അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് ആ ഒരു കളറാണ് അവിടെ ഉള്ള എല്ലാത്തിനും. അവർ പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്ത സാധനങ്ങൾക്കും ബിൽഡിങ്സിനും അവർ ആ കളർ തന്നെ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ആ ട്രഡീഷണൽ കീപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുവഴി ഇങ്ങനെ ഇത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയും എല്ലാം ആ ഒരു കളർ തീമാണ് അവർ കൊടുത്തിരിക്കുന്നത്. എല്ലാം ഒരു വൈറ്റ്, ആ ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഒരു വൈറ്റ്, ഒരു ക്രീം വൈറ്റ്, ആ ഒരു ഷെയ്ഡാണ് ഫുള്ളായിട്ട്. ഇത് അവിടുത്തെ പാലസാണ്. മ്യൂസിയംസ് ഉണ്ട് അവിടെ കുറേ. ഇതിനോടടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആ മ്യൂസിയം വിസിറ്റ് ചെയ്യാം.
അങ്ങനെ ആ ലെയിൻ താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വ്യൂവിലാണ് ചെന്നെത്തുന്നത്. ഇങ്ങനെ ഒരു വ്യൂവിൻ്റെ അകത്ത് നമ്മൾ വന്ന് ആ ഒരു ലാസ്റ്റ് വ്യൂ ഇങ്ങനെ വന്ന് എത്തും. As we already know, Brussels are famous for chocolates. അപ്പോൾ ഞങ്ങളും കുറേ ചോക്ലേറ്റ്സ് ടേസ്റ്റ് ചെയ്തിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ചോക്ലേറ്റ്സ് വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ ബ്രുസീൽ സെൻട്രിൽ നിന്ന് ട്രെയിൻ പിടിച്ച് നേരെ എയർപോർട്ടിൽ പോയി. അവിടുന്ന് ഞങ്ങൾ മാഞ്ചസ്റ്ററിന് പോയി. അങ്ങനെ ഞങ്ങൾ ബ്രസീൽസിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. സോ ലെറ്റ്സ് മീറ്റ് വിത്ത് another exciting episode of another European country. Till then, bye from Tales, Trails and Taste.